വീണ്ടും ഒരു ഡിസംബർ 6. ഡിസംബർ 6-ൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ അയവിറക്കുന്നത് പരിശുദ്ധമായ ബാബരി മസ്ജിദിന്റെ ചരിത്രങ്ങളും ഓർമ്മകളും ആണ്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടിട്ട് 32 വർഷം പൂർത്തിയാകുന്നു. രാജ്യത്തുള്ള സർവ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളുടെയും മനസ്സിൽ തീരാത്ത ഉണങ്ങാത്ത ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ബാബരി മസ്ജിദിന്റെ താഴിക കുടങ്ങൾ രാജ്യത്തിന്റെ വിരിമാറിലേക്ക് തകർന്നു വീണിട്ടുള്ളത്. യഥാർത്ഥത്തിൽ രാജ്യത്തേക്ക് കടന്നു വന്ന എല്ലാ വിദേശ ശക്തികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നമായിരുന്നു ഈ രാജ്യത്ത് സ്നേഹത്തിലും ശാന്തിയിലും സമാധാനത്തിലും ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട പ്രബല മതവിഭാഗങ്ങളായ ഹിന്ദുക്കളുടെയും മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ഐക്യം തകർക്കുക എന്നുള്ളത്. ഐക്യത്തിലും സ്നേഹത്തിലും കഴിഞ്ഞിരുന്ന ഈ മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്തി അവരുടെ ഐക്യം തകർത്ത് അവരെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ കൈക്കലാക്കാനുള്ള ശ്രമം ബ്രിട്ടനടക്കമുള്ള വിദേശ ശക്തികളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് ചരിത്ര യാഥാർത്ഥ്യമാണ്. ആ പരിശ്രമത്തിൽ അവരൊക്കെ ഏറെക്കുറെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ആ കൊണ്ടുപിടിച്ച ശ്രമങ്ങളുടെ അലയൊലികൾ എന്നോണം എന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം ഹിന്ദു ഐക്യം തകർക്കാനുള്ള പരിശ്രമങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ വാർത്തകളും യാഥാർത്ഥ്യങ്ങളും നമ്മൾ കേട്ടും കണ്ടും കൊണ്ടിരിക്കുകയാണ്. വളരെ സങ്കടത്തോടുകൂടെയാണ് ജനാധിപത്യ വിശ്വാസികൾ ഇത്തരം വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാബരി മസ്ജിദിനെ സംബന്ധിച്ചിടത്തോളം അത് തകർക്കപ്പെട്ടിട്ട് 32 വർഷം പൂർത്തിയാക്കപ്പെടുമ്പോൾ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ബാബരി മസ്ജിദ് 5 നൂറ്റാണ്ടുകളോളം അള്ളാഹുവിന് വേണ്ടി ആരാധിക്കപ്പെട്ട പള്ളിയാണ്. ഏകനായ അള്ളാഹുവിന് വേണ്ടി സുജൂദുകൾ അർപ്പിക്കപ്പെട്ട ഭൂമിയാണ്. മുസ്ലിം വിശ്വാസപ്രകാരം ഒരു ഭൂമി, ഒരു വസ്തു അള്ളാഹുവിന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ടാൽ എന്നതിൻ്റെ അർത്ഥം അതിൻ്റെ ഉടമസ്ഥാവകാശം അള്ളാഹുവിന് പതിച്ചു നൽകുക എന്നുള്ളതാണ്. അങ്ങനെ അള്ളാഹുവിന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ടാൽ, അള്ളാഹുവിന് വേണ്ടി അതിൻ്റെ ഉടമസ്ഥാവകാശം നീക്കിക്കൊടുത്താൽ ലോകാവസാനം വരെ അതിൻ്റെ നിയമം അത് പള്ളിയാണ്, അത് വഖഫാണ് എന്നുള്ളതാണ്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സ്ഥാനത്ത് എന്തൊക്കെ സ്ഥാപനങ്ങളോ ഏതൊക്കെ മന്ദിരങ്ങളോ ഉയർന്നു വന്നാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് പള്ളിയായിരുന്നു എന്നുള്ള നിലക്ക് ലോകാവസാനം വരെ അത് അള്ളാഹുവിന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയാണ് എന്നുള്ള നിലക്ക് ആ സ്ഥലത്തെ ബഹുമാനിക്കുകയും ആദരവോടുകൂടെ കാണുകയും ചെയ്യേണ്ടത് വിശ്വാസികളുടെ ബാധ്യതയാണ്. അത് പള്ളിയായി മുസ്ലിമീങ്ങൾക്ക് വേണ്ടി തിരിച്ച് ലഭിക്കപ്പെടുന്ന ഒരു നാളേക്ക് വേണ്ടി ഇന്ന് മുസ്ലിമീങ്ങളും ജനാധിപത്യ വിശ്വാസികളും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നലകളുടെ ചരിത്രങ്ങളിൽ അങ്ങനെ പല പള്ളികളും നഷ്ടപ്പെട്ടത് വീണ്ടും അവർക്ക് തന്നെ, മുസ്ലിമീങ്ങൾക്ക് തന്നെ പടച്ചവൻ തിരിച്ചു കൊടുത്ത ചരിത്രങ്ങൾ ഏതാനും നമുക്ക് ചരിത്രങ്ങളിൽ വായിക്കാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചരിത്രം തന്നെ. അള്ളാഹുവിന് വേണ്ടി ഭൂമി ലോകത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം അത് പരിശുദ്ധമായ കഅബാലയമാണ്. ആ കഅബാലയം പുനർനിർമ്മിച്ചത് ബഹുമാന്യരായ പ്രവാചകർ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമുമാണ്. പക്ഷേ ചരിത്രത്തിന്റെ കാലം സന്ധിയിൽ അത് ലാത്ത, ഉസ്സ, മനാത്ത പോലെയുള്ള വിഗ്രഹങ്ങളെ ആരാധിക്കപ്പെടുന്ന പൂജാമുറികളായി എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പരിശുദ്ധമായ കഅബാലയത്തെ ശുദ്ധീകരിക്കാനും ആ പരിശുദ്ധമായ കഅബാലയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് തിരിച്ചു കിട്ടിയതും ഇന്നലത്തെ ചരിത്രമാണ്. അതുപോലെ തന്നെ തുർക്കിയിൽ 1934 വരെ അള്ളാഹുവിന് വേണ്ടി ആരാധന നടത്തിയ പള്ളി യുനെസ്കോയുടെ കീഴിലുള്ള ഹാഗിയ സോഫിയ മ്യൂസിയമായി
പ്രവർത്തിച്ചിരുന്നു എങ്കിൽ, അത് പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി പരിവർത്തിപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിൽ, ഇന്നത് മുസ്ലിമീങ്ങൾക്ക് തന്നെ തിരികെ ലഭിക്കുകയും അവിടെ അള്ളാഹുവിന് വേണ്ടി ആരാധന നടത്തപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ കാത്തിരിക്കുകയാണ്. രാജ്യത്തെ സർവ ജനാധിപത്യ വിശ്വാസികളും അതിനുവേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം സുപ്രീം കോടതിയുടെ തന്നെ ഏറ്റവും വലിയ വിലയിരുത്തൽ, സുപ്രീം കോടതി തന്നെ ഇതിന്റെ തീർപ്പായിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, ബാബരി മസ്ജിദിന്റെ പിറകിൽ ചരിത്രത്തിൽ മറ്റൊരു മതവിഭാഗങ്ങളുടെയും ചരിത്രങ്ങളില്ല, മറ്റു മതവിഭാഗങ്ങളുടെ വിശ്വാസവുമായി ബാബരി മസ്ജിദിന്റെ ചരിത്രത്തിന് യാതൊരു ബന്ധവുമില്ല എന്ന് സുപ്രീം കോടതി തന്നെ പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് പള്ളികൾ ഭാരത രാജ്യത്തിന്റെ വിരിമാറിൽ അള്ളാഹുവിനു വേണ്ടി ആരാധിക്കപ്പെടുന്ന പള്ളികൾ ഈ ഭാരത രാജ്യത്തുണ്ടായിട്ടും, മുസ്ലിമീങ്ങൾക്ക് തന്നെ കോടിക്കണക്കിന് ഏക്കർ ഭൂമികൾ അവരുടെ സ്വന്തമായിട്ടുണ്ടായിട്ടും ഒരു പള്ളി എടുക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അത്ര സങ്കീർണമായ പ്രശ്നമല്ല. പക്ഷേ വീണ്ടും എന്തുകൊണ്ട് ബാബരിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു, ബാബരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, അത് അള്ളാഹുവിൻ്റെ ഭവനമായി നിലനിന്നിരുന്ന സ്ഥലമാണ് എന്നുള്ളതാണ്. ലോകാവസാനം വരെ വിശ്വാസികളൊക്കെ ആദരവോടുകൂടെ ബഹുമാനത്തോടുകൂടെ നോക്കിക്കാണേണ്ട സ്ഥലമാണ് എന്നുള്ളത് കൊണ്ടാണ്. അത് ആരെയും വ്രണപ്പെടുത്താനല്ല, ആരെയും മുറിവേൽപ്പിക്കാനല്ല, അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടെ കാത്തിരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ മതപരമായ ബാധ്യതയാണ്. ജനാധിപത്യ വിശ്വാസികളൊക്കെ അത് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്ത് ഐക്യമുള്ള, സമാധാനമുള്ള, എല്ലാ മതങ്ങളും സാഹോദര്യത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ മുന്നോട്ടു പോകുന്നൊരു സാഹചര്യം പടച്ച റബ്ബ് ഉണ്ടാക്കി തീർക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്.